മലബാറിലേക്കാണ് പോകുന്നത്. അവിടെ ദീപക് മലയമ്മയുണ്ട്. ഹായ് ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെയും നേരം പരപരാ വെളുത്തിട്ടേയില്ല. കൂരിട്ടാണല്ലോ ചുറ്റും. ഞാനേ തുടക്കം മുതൽ നോക്കായിരുന്നു. അതെ 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 രോഷിനി നേരത്തെ റോഷിയുടെ അടുത്തും സൈഫുവിന്റെ അടുത്തൊക്കെ പറഞ്ഞു കേട്ടു, നേരം വെളുത്തില്ല അല്ലേ, നേരം വെളുത്തില്ല അല്ലേ. അതെ, വേറെ ധ്വനിയുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഓക്കെ, എന്തായാലും നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷെ ആ വാർത്ത അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ദീപക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം തന്നെയാണ് ആ വാർത്ത. ഇപ്പോൾ MK രാഘവൻ MP ഇന്ന് ഉപവാസ സമരം നടത്തുന്നു അല്ലേ? അതെ അതെ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5ഓളം ജില്ലകൾ ആ ആശുപത്രിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സാധാരണക്കാരെത്തുന്ന ആശുപത്രിയാണ്. അവിടെ കഴിഞ്ഞ കുറേ നാളുകളെ, ഒരാഴ്ചയിലധികമായി മരുന്ന് പ്രതിസന്ധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂപ്രണ്ടുമായും ഒപ്പം പ്രിൻസിപ്പലുമായൊക്കെ ഇന്നലെ മരുന്ന് വിതരണ കമ്പനികൾ ചർച്ചയൊക്കെ നടത്തി. പക്ഷേ അവർക്ക് കഴിഞ്ഞ ഒക്ടോബർ വരെ എങ്കിലും ഉള്ള തുക അനുവദിക്കുകയാണെങ്കിൽ തുടർന്ന് മരുന്ന് വിതരണം സാധ്യമാക്കാമെന്നുള്ള നിലപാട് അവരെടുത്തു. ആ ചർച്ച അങ്ങനെ അലസി പിരിയുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 90 കോടിയോളം രൂപയാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രം മരുന്ന് വിതരണ കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ളത്. പക്ഷേ ആ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ റോഷിനി പറഞ്ഞതുപോലെ അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം രാവിലെ 8 മണിയോടുകൂടി MK രാഘവൻ MPയുടെ ഉപവാസ സമരം തുടങ്ങുകയാണ്. 24 മണിക്കൂറാണ് ഉപവാസം. നേരത്തെ ഇതേ രീതിയിൽ തന്നെ ഒരു ഉപവാസ സമരം ഉണ്ടായിരുന്നതാണ്. അന്ന് MK രാഘവൻ MP ഉൾപ്പെടെ സമരത്തിലേക്ക് പോകുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തിരുന്നു. ഇന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. 24 മണിക്കൂർ തികയ്ക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിൽ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മരുന്ന് വിതരണ കമ്പനികൾക്ക് കൃത്യമായ തുക നൽകുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരം സമരത്തിലേക്ക് പോകേണ്ടി വരികയും ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വില കൊടുത്ത് പുറത്ത് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടിലേക്ക് മനുഷ്യരെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സാധാരണക്കാർക്ക് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉപവാസ സമരം ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നു. നാളെ രാവിലെ 8 മണി വരെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡോക്ടർ MK മുനീറാണ് MLA ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ സമരത്തോടു കൂടിയെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ശരിയാണ് ദീപക് പറഞ്ഞത്. ഈ സമരമൊക്കെ കണ്ടിട്ടെങ്കിലും സർക്കാർ ഇനി എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എത്രയോ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വാർത്തയാണ്. ഇപ്പോൾ ഇതാ ഒരു ജനപ്രതിനിധിക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ സമരം നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ, അതിൻ്റെ ആവശ്യം നിറവേറ്റട്ടെ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ ദീപക്. അപ്പോൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഈ ദിവസം പല സമയത്തായിട്ട് നമുക്ക് ദീപകിനെ കാണാം.